നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഏതൊരു രക്ഷിതാവിനും ഒരല്പം സങ്കടമുണ്ടാക്കുന്ന, അല്പം ആലോചന ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഡോക്ടർമാർക്ക് ഒരു കൂട്ടായ്മയുണ്ട്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്. അതിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാരുണ്ട്, സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാരെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ഉള്ള ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അഥവാ IAP. അപ്പോൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എന്ന പീഡിയാട്രിഷ്യന്മാരുടെ ഈ കൂട്ടായ്മ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, അത് ആധികാരികതയോടെ, വ്യക്തതയോടെ, കൃത്യതയോടെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ IAP കുട്ടികളുടെ ആരോഗ്യം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഒരു കഥയെക്കുറിച്ചിട്ടാണ്, ഒരു രോഗാവസ്ഥയെക്കുറിച്ചിട്ടാണ്. പണ്ട് ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് HOD ഒരു കുട്ടിയെ, ഒരു നവജാത ശിശു ജനിച്ച ഉടനെ ആ കുട്ടിയെ ചെന്ന് കാണാനായിട്ട് പറഞ്ഞു. ആ കുട്ടിയെ കണ്ടു. വളരെ വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരു നവജാത ശിശുവാണത്. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായി. ഈ കുട്ടിക്ക് ശരിക്കും ഡൗൺ സിൻഡ്രോം ആണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരിയോടൈപ്പിംഗ് എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. പക്ഷേ ഈ ഒരു നിഗമനത്തിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ഒരല്പം അടിച്ചാണ്, എങ്കിൽ പോലും ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട്, ഒരു പക്ഷേ ഇത് ഏതെങ്കിലും ഒരു ജനറ്റിക് കണ്ടീഷൻ ആണെന്ന് തോന്നുന്നു, നമുക്ക് കാരിയോടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യണം. അമ്മ എൻ്റെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. അത്യാവശ്യം അറിവുള്ള, സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം മുൻപിൽ നിൽക്കുന്ന അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ ഡൗൺ സിൻഡ്രോം എന്താണെന്ന് അറിയാം. ഒരിക്കലും എൻ്റെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം അല്ല, ഞാൻ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് എൻ്റെ ഗർഭാവസ്ഥ പൂർത്തിയാക്കിയത്, അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം അല്ല എന്നമ്മ ശക്തിയുക്തം വാദിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഒടുവിൽ ആ കാരിയോടൈപ്പിങ്ങിന്റെ റിസൾട്ട് വന്നപ്പോൾ അതിന് ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥ അത് രോഗമാണോ, രോഗാവസ്ഥയാണോ, ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് നമ്മളോട് ഇന്ന് പറയുന്നത് ആലപ്പുഴ REICയിലെ പീഡിയാട്രിഷ്യൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ലതിക നായർ. മാഡത്തിന്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മാഡം നമസ്കാരം. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു ഡോക്ടർ പറയുന്നു, അല്ലെങ്കിൽ അമ്മ മനസ്സിലാക്കുന്നു ആ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇങ്ങനെയുള്ള അമ്മമാരെ മാഡം കണ്ടിട്ടുണ്ടാവും. മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള അമ്മമാരെ എന്താണെങ്കിലും മാഡം കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഈ ഡൗൺ സിൻഡ്രോം എന്ന ഈ രോഗാവസ്ഥയ്ക്ക് എന്താണ് മാഡം കാരണം? ഡൗൺ സിൻഡ്രോം എന്ന് ജനിച്ച ഉടനെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത തോന്നുന്നുണ്ട്. അങ്ങനെ പല അമ്മമാരെ നമ്മൾ കാണാറുണ്ട്. ചില അമ്മമാർ അതിൽ ചിലർക്ക് നേരത്തെ തന്നെ ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ സ്കാനിങ് കൂടിയോ എന്തെങ്കിലും സംശയങ്ങൾ ചിലപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവാം. ചില അമ്മമാർക്ക് പക്ഷെ ഇത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ല, പെട്ടെന്നൊരു ഷോക്ക് പോലെയായിരിക്കും ഇങ്ങനൊരു കാര്യം അറിയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇവരോട് അത് പറയുമ്പോൾ തുടക്കത്തിൽ നമ്മളത് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷേ സംശയം മാത്രമേ നമ്മൾ പറയുള്ളൂ. കാരിയോടൈപ്പിംഗ് പോലെ ചില ടെസ്റ്റുകൾക്ക് ശേഷമാണ് നമ്മൾ ഉറപ്പ് പറയുക. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം ഒരു ജനിതക വ്യതിയാനമാണ്. അപ്പോൾ സാധാരണ എല്ലാ മനുഷ്യൻ്റെയും എല്ലാ കോശങ്ങളിലും 46 ക്രോമസോമുകളുണ്ട്, അതായത് 23 സെറ്റ് അല്ലെങ്കിൽ 23 പെയർ എന്ന് പറയും. പക്ഷേ ഈ അവസ്ഥയുള്ള കുട്ടികൾക്ക് 21ാമത്തെ ക്രോമസോമിൽ 2 പകരം ഒരു എക്സ്ട്രാ കോപ്പി, അതായത് 3 ക്രോമസോമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതൊരു ജനിതക രോഗമാണെന്ന് പറഞ്ഞു. ഈ ജനിതകപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ലാതെ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ കൊണ്ടോ ഈ ഒരു രോഗം വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ, സാധ്യതയുണ്ടോ? അങ്ങനെ നമുക്ക് ജനിതക രോഗമാണ്. ഇതിൽ ആകെ നമുക്ക് ഉറപ്പായിട്ടും ഒരു റിസ്ക് എന്ന് പറയാനുള്ളത് അമ്മയുടെ ഉയർന്ന പ്രായമാണ്. അതായത് ഗർഭിണിയാകുമ്പോഴുള്ള അമ്മയുടെ ഉയർന്ന പ്രായം, അതായത് 35 വയസ്സിന് മുകളിലുള്ള അമ്മമാർക്ക്
ജനിക്കുന്ന കുട്ടികൾക്ക് ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഉറപ്പാണ്. മാഡം, ഈ പ്രായമായ അമ്മമാർക്ക് മാത്രമേ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ജനിക്കാറുള്ളൂ? അങ്ങനെയല്ല, പ്രായം കൂടുതലുള്ള അമ്മമാർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഗർഭിണിയാകുന്ന പ്രായം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കാണുന്ന ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ അമ്മമാർ മിക്കവരും പ്രായം കുറഞ്ഞവരാണ്. അതുകൊണ്ട് വരില്ല എന്നുള്ളതല്ല, പക്ഷെ ഒരു എക്സ്ട്രാ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. ആ റിസ്ക് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെയുള്ള അമ്മമാരെ ഗർഭാവസ്ഥയിൽ ചില പ്രത്യേക ടെസ്റ്റുകൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട്. കാരണം ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധ്യത. അല്ലാതെയുള്ള സാഹചര്യങ്ങളോ ഒന്നും പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു കൃത്യമായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. രണ്ടാമത്തത്, പാരമ്പര്യമായിട്ട് വരുമോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെങ്കിൽ മറ്റേ കുഞ്ഞിന് വരാൻ ചില സാഹചര്യങ്ങളിൽ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഡൗൺ സിൻഡ്രോം ഉണ്ടെങ്കിലും വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് എൻ്റെ ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം സ്ഥിരീകരിച്ചു. അപ്പോൾ ആ ഒരു അമ്മയുടെ പേടി, ഇനി ഞാൻ വീണ്ടും ഗർഭിണിയായാൽ വീണ്ടും എനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് മാഡം എങ്ങനെ കാണുന്നു? അതായത് ഇപ്പം ഞാൻ പറഞ്ഞു 35 വയസ്സിന് മുകളിൽ ഉള്ള ഗർഭിണിയായ അമ്മയ്ക്ക് കുഞ്ഞ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ അത് പ്രായം കൂടുന്നതനുസരിച്ച് ആ റിസ്ക് കൂടിക്കൊണ്ടിരിക്കും. അത് നമ്മളുടെ ഒരു പോപ്പുലേഷനിൽ, അതായത് ഒരു സമൂഹത്തിൽ ആ റിസ്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് വെക്കും. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങളുണ്ട്. ഒരു എക്സ്ട്രാ ക്രോമസോം കൂടാതെ വേറെ ചില ജനിതക വ്യതിയാനങ്ങൾ കൊണ്ടും കൂടി ഡൗൺ സിൻഡ്രോം വരാം. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിൻ്റെ കാരിയോടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഏത് തരത്തിലുള്ള ജനിതക വ്യതിയാനമാണ് ഈ കുട്ടിക്കുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രാ ക്രോമസോമിൻ്റെ ആണെങ്കിൽ ആ അമ്മയ്ക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഒരു സമൂഹത്തിൽ സാധാരണ എത്രയുണ്ടോ ആ പ്രായത്തിനനുസരിച്ച് അത്രമാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ചില ജനിതക വ്യതിയാനങ്ങൾ കുഞ്ഞിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും കാരിയോടൈപ്പിംഗ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ചില ടൈപ്പ് വ്യതിയാനങ്ങൾക്ക് അടുത്ത കുഞ്ഞിന് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലേറും. ഓക്കെ, ഒരു കുഞ്ഞിന് ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിച്ചു. ഇനി പക്ഷേ ഗർഭിണിയാണമ്മ, ഡെലിവറി ആയിട്ടില്ല. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ആ കുട്ടിയെ അബോർട്ട് ചെയ്ത് കളയേണ്ട കാര്യങ്ങളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഉണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു മാരകമായോ അല്ലെങ്കിൽ നമ്മളുടെ ആയുസ്സിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയല്ല അത്. അതൊരു ജനിതക വ്യതിയാനമാണ്. അത് സംബന്ധിച്ച് നമ്മുടെ ശാരീരികമായും ആന്തരിക അവയവങ്ങളും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും മറ്റു കുട്ടികളിൽ നിന്ന്. അവരുടെ ബൗദ്ധികമായ വളർച്ച, ശാരീരികമായ വളർച്ച എല്ലാം കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സാധാരണ കുട്ടികളിൽ നിന്ന്. പക്ഷേ ജീവന് ഭീഷണിയുള്ള കണ്ടീഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം. അതായത് ഹൃദയത്തിന് കാര്യമായിട്ടുള്ള ചിലതരം അസുഖങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. അതല്ലാതെ അവർക്ക് അബോർട്ട് ചെയ്യേണ്ട കാര്യമായിട്ട് ഇതിലൊന്നും തന്നെ ഇല്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടൻ തന്നെ ആ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്നുള്ളത് ഒരു ഡോക്ടറിന് പറയാൻ സാധിക്കുമോ മാഡം? ജനിച്ച ഉടനെ ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് സംശയം പറയാം. പക്ഷേ ഉറപ്പിച്ച് പറയണമെങ്കിൽ കാരിയോടൈപ്പിംഗ് ടെസ്റ്റ് തന്നെ ചെയ്യണം വേണ്ടത്. അതുപോലെ തന്നെ നവജാത ശിശുക്കളിലെ ചില ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ചില ചേഷ്ടകൾ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില വേർതിരിവുകൾ, ഇതെല്ലാം ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുഞ്ഞുങ്ങളിൽ കാണാറുണ്ടല്ലോ. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് ലളിതമായിട്ട് പറയാമോ? ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ മുഖം തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ കുറച്ച് പരന്ന മുഖം, ചെറിയ ചപ്പിയ പോലത്തെ മൂക്ക്, ചെറിയ കണ്ണുകൾ, ചിലപ്പോൾ നാക്കധികം പുറത്തോട്ട് നിൽക്കാം, ചെറിയ ചെവികളായിരിക്കും അവരുടേത്, വിരലുകൾ കുറച്ച് നീളം കുറഞ്ഞതും കുറച്ച് കട്ടി കൂടിയതുമായിരിക്കാം. അങ്ങനെ ചില ബാഹ്യമായ, പിന്നെ അവർ പൊതുവെ അവരുടെ ബലം, ശരീരത്തിൻ്റെ ബലം വളരെ കുറവായിരിക്കും മറ്റു കുട്ടികളിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ബാഹ്യലക്ഷണങ്ങൾ വളരെ പ്രകടമായിരിക്കും പലർക്കും. ചിലർക്ക് ചിലപ്പോൾ അത്രയധികം ബാഹ്യലക്ഷണങ്ങൾ കാണുന്നത് നിർബന്ധമില്ല. പിന്നെ അതുകൂടാതെ ഇവർക്ക് ആന്തരികമായിട്ടുള്ള ചില ഹൃദയത്തിനുള്ള ജന്മനാ ഉള്ള തകരാറുകൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, കണ്ണിന് കാഴ്ച പ്രശ്നങ്ങൾ, കേൾവി പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള മറ്റു ചില പ്രശ്നങ്ങളും കൂടെ വരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു ബാഹ്യലക്ഷണം കണ്ടാൽ എന്ത് തന്നെയായാലും കാരിയോടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്ത് ഇത് ആണോ അല്ലയോ എന്നത് ഉറപ്പാക്കേണ്ടതാണ്. അതായത് ബാഹ്യലക്ഷണങ്ങൾ എല്ലാ കേസുകളിലും പ്രകടമാകണമെന്നില്ല. ചില കുട്ടികളിൽ അത് ധാരാളം ഉണ്ടെങ്കിൽ പ്രകടമാകും. ചില തവണ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിനെ 40 കുത്തിവയ്പ്പിന് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ 2.5 മാസത്തിലൊക്കെ ആയിരിക്കാം ഡോക്ടർ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴായിരിക്കാം ഒരുപക്ഷെ അമ്മയോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, അല്ലേ? അതെ, അത് ശരിയാണ്.
അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളുടെ ബാക്കിയുള്ള ആന്തരികമായിട്ടുള്ള അവയവങ്ങൾക്ക് മേഡം മുമ്പേ പറഞ്ഞു, ഇപ്പോൾ ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ കേൾവിക്ക് പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ജനിച്ച ഉടനെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ തൈറോയിഡ്, കാഴ്ച, കേൾവി, ഹൃദയത്തിൻ്റെ ടെസ്റ്റ്, എക്കോ ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ജനിച്ച ഉടനല്ല, എപ്പോഴാണോ നമുക്കിത് സംശയം തോന്നുന്നത് അപ്പോൾ നമ്മളിത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഡൗൺ സിൻഡ്രോം സ്ഥിരീകരിച്ചാൽ ഈ വക ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെ, എന്തായാലും ചെയ്തിരിക്കണം. പിന്നെയുള്ളത്, ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവാണെങ്കിൽ നമ്മൾ തൈറോയിഡിനുള്ള തൈറോക്സിൻ മരുന്ന് കഴിക്കണം. അത് കഴിഞ്ഞ് പിന്നെ കൃത്യമായ കാലയളവിൽ നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുകയും ഡോസ് അതനുസരിച്ച് മാറ്റുകയൊക്കെ ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ അപ്പോൾ ജനിച്ച ഉടനെയോ അല്ലെങ്കിൽ സ്ഥിരീകരിച്ച ഉടനെയോ തൈറോയിഡിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നമില്ല എങ്കിലും ഇവർക്ക് പിന്നീടും ഇതേ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടെസ്റ്റ് നോർമലായെന്ന് വെച്ച് ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. കൃത്യമായ കാലയളവുകളുണ്ട്, അതിന് കൃത്യമായിട്ട് നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്. എത്ര വയസ്സിൽ എന്തെല്ലാം ചെയ്യണം, എത്ര കൂടുമ്പോഴാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്, അങ്ങനെ അനുസരിച്ച് നമ്മൾ കാഴ്ച, കേൾവി, അതുപോലെ പല്ലുകൾ പരിശോധന, ഹൃദയത്തിൻ്റെ ടെസ്റ്റ്, എക്കോ ടെസ്റ്റ്, തൈറോയ്ഡ് ടെസ്റ്റ്, അങ്ങനെ ചില നിർബന്ധമായി ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യം എന്തെന്നാൽ, ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞാൽ അത് ബുദ്ധിയെ ബാധിക്കാം. അപ്പോൾ നമ്മൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് പൊതുവെ മറ്റു കുട്ടികളെക്കാട്ടും കുറച്ച് ബൗദ്ധിക വികാസത്തിൽ കുറച്ച് പിറകോട്ടായിരിക്കാം. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം നമ്മൾ തൈറോക്സിൻ മരുന്ന് കൊടുത്ത് ശരിയാക്കിയില്ലെങ്കിൽ അത് ബൗദ്ധിക വളർച്ച ഒന്നും കൂടി ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനമാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എല്ലാം മറ്റു കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന പോലെ എടുക്കാമോ മാഡം? എടുക്കാം. എല്ലാ സാധാരണ കുത്തിവയ്പ്പുകളും എടുക്കണം. അത് കൂടാതെ ഇവർക്ക് കുറച്ചുകൂടി മറ്റു കുട്ടികളെക്കാട്ടും കഫക്കെട്ട്, ന്യൂമോണിയ പോലെ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഹൃദയത്തിന് അസുഖമുള്ള കുട്ടികൾ, അവർക്കൊക്കെ ന്യൂമോണിയ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ സാധാരണ കുത്തിവയ്പ്പുകൾ കൂടാതെ നമുക്ക് ചിലപ്പോൾ ഇവർക്ക് ഈ ഇൻഫ്ലുവൻസ എന്നുള്ള ഫ്ലൂ വൈറസിനുള്ള വാക്സിൻ എല്ലാ വർഷവും കൊടുക്കുന്നത്, അതെല്ലാം കൊടുത്താൽ നല്ലതായിരിക്കും. ചുരുക്കത്തിൽ വർഷത്തിലൊരിക്കൽ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് പുറത്തുപോയി സന്തോഷിച്ച് ആഘോഷിച്ച് ഉല്ലസിച്ച് ചിരിച്ച് ഡോക്ടറേക്ക് ഒന്ന് കണ്ട് ഇങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ഒന്ന് നടത്തി തിരിച്ചു വന്നാൽ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു സന്തോഷം അതിന് ഉത്തമമായിരിക്കും, അല്ലേ? അതെ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് അച്ഛമ്മമാരോട് പറഞ്ഞു കൊടുക്കാം, ഈ ടെസ്റ്റുകൾ ചെയ്യാൻ മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന 2 സൂത്രമുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ മാർച്ച് 21 ഡൗൺ സിൻഡ്രോം ഡേയോടനുബന്ധിച്ച് നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യാം. അല്ല, എല്ലാ കുട്ടികൾക്കും ആ ദിവസം വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പറയും പിറന്നാൾ മാസത്തിൽ ചെയ്യണം എല്ലാ ടെസ്റ്റുകളും. അപ്പോൾ അച്ഛമ്മമാർ പിറന്നാൾ മറക്കില്ലല്ലോ, അപ്പോൾ ടെസ്റ്റുകൾ മറക്കില്ല. വർഷത്തിലൊരിക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു സൂത്രപ്പണിയാണല്ലേ മാഡം? അതെ. നിങ്ങൾ മെഡിക്കൽ കോളേജിലും ഇതുപോലുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സന്തോഷം. ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് അവരുടെ ഒരു സന്തോഷം കാണാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന്. മാഡം, മറ്റൊരു ചോദ്യം, സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് അവരുടെ ബുദ്ധിക്ക് മാന്ദ്യം അല്ലെങ്കിൽ ബൗദ്ധികപരമായിട്ടൊരല്പം പുറകിലാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഈ ബുദ്ധിക്ക് പുറകിൽ നിൽക്കുന്ന ഈ കുട്ടികളെ നമുക്ക് സാധാരണ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാമോ? അല്ലെങ്കിൽ അവരുടെ സ്കൂളിംഗ് കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ? സാധാരണ നമ്മൾ ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് മറ്റു കുട്ടികളെ നോക്കുമ്പോൾ ബുദ്ധി ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കാം. അതായത് IQ ഇപ്പോൾ ഒരു 10 പോയിൻറ്റോ അങ്ങനെയെല്ലാം കുറവായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ വളരെയധികം ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ നമുക്ക് ഒരിക്കലും ഇവരെ വിളിക്കാൻ പറ്റില്ല. കാരണം ഇവർ വളരെ ട്രെയിനബിളാണ്. അത്രയും IQ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ സ്കൂളിൽ അവർ മിക്ക പേർക്കും ഒരു പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ഒരു പ്രശ്നമില്ലാതെ ഞാൻ പറയണത് അവർക്ക് ചിലപ്പോൾ എഴുത്തോ വായനയോ 10ാം ക്ലാസ് പാസ്സാവാനോ ഡിഗ്രിയോ അങ്ങനത്തെ ഞാൻ സർട്ടിഫിക്കറ്റിനെയല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവിടെ ജീവിച്ചു പോകാനുള്ള ശേഷിയും അവർക്ക് അത്യാവശ്യം കൊണ്ടു നടക്കാനുള്ള കാര്യങ്ങളും അവർ അവിടെ നിന്ന് പഠിക്കും. പിന്നെ മാത്രമല്ല, ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെല്ലാവരുമായിട്ട് വളരെ നന്നായി ഇടപഴകുന്ന കുട്ടികളാണ്. വളരെ സന്തോഷവും പെട്ടെന്ന് കൂട്ടുകാരെ ഉണ്ടാക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്കൂളിൽ പോകാൻ വളരെ സന്തോഷവും ഇവരെ കൂടെ കൂട്ടാൻ ബാക്കിയുള്ളവർക്ക്, പ്രത്യേകിച്ച് മറ്റു കുട്ടികൾക്ക് ഉത്സാഹവുമാണ്. അതുകൊണ്ട് കഴിയാവുന്നത്ര ഇവർ സാധാരണ സ്കൂളിൽ പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അപൂർവം ചില കുട്ടികളിൽ നമ്മൾ വേറെ ചില പെരുമാറ്റ പ്രശ്നങ്ങളുണ്ട്. ചില കുട്ടികൾക്ക് ഓട്ടിസം പോലത്തെ ചെറിയ പ്രശ്നങ്ങൾ ഈ ഡൗൺ സിൻഡ്രോമിനോടനുബന്ധിച്ച് ചിലപ്പോൾ കുട്ടികൾക്ക് കാണാറുണ്ട്. അല്ലെങ്കിൽ ശാരീരികമായി കൂടുതൽ പ്രശ്നങ്ങളുള്ള അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സാധാരണ സ്കൂളിൽ ചിലപ്പോൾ പോകാൻ പറ്റാത്തത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ സംഗീതം പൊതുവെ അവർക്ക് കൂടുതൽ താല്പര്യമുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ മാഡം? അതെ. ഈ കുട്ടികളിൽ മിക്കവരെയും കണ്ടേക്കണവർ ഒരുപാട് താളബോധമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് പാട്ട് അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റ്സ്
അത് പാട്ടുപകരണങ്ങൾ എല്ലാം അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ പല കുട്ടികളും കണ്ടിട്ടുണ്ട് പാട്ട് പാടില്ലെങ്കിലും അവർ ചെണ്ട കൊട്ടാനോ തബല കൊട്ടാൻ മൃദംഗം കൊട്ടാൻ അല്ലെങ്കിൽ മേശമ കൊട്ടാൻ കൂടി ചെറിയൊരു പാട്ട് വെച്ചാൽ കൂടി അവർ കൊട്ടും അല്ലെങ്കിൽ എണീറ്റ് വന്ന് ഡാൻസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കലാവാസന പൊതുവെ ഇവർക്ക് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക അച്ഛനമ്മമാരോട് പറയും അവരുടെ ആ ഒരു കഴിവൊന്ന് മനസ്സിലാക്കി അവരെന്തെങ്കിലും ഒരു ചെറിയ ട്രെയിനിങ്ങുകൾക്ക് വിട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കാം. ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെയുള്ള കുട്ടികളുടെ ബാൻഡ് സെറ്റുകളുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവർക്ക് ചെറിയ തോതിലൊരു ഉപജീവന മാർഗവും കൂടിയാണ് അങ്ങനെ ഒരു ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെയുള്ള കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ തരത്തിൽ അവർക്കൊരു ചെറിയ വരുമാന മാർഗം ഉണ്ടാക്കാനും സാധിക്കും നമുക്ക്. അതായത് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു അവസാനമല്ല, അത് ഇതുപോലെയുള്ള സർവ്വശേഷികളുമായിട്ട് മുന്നോട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനുമൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുമുണ്ട്, അല്ലേ? തീർച്ചയായും. മറ്റൊരു ചോദ്യം, ഈ ഡൗൺ സിൻഡ്രോം ഉള്ള ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സത്യത്തിൽ കുറവ് തന്നെയാണ്. പിന്നെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെയാണോ, അതോ എന്തെങ്കിലും പ്രത്യേകത പറയാം? ആൺകുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പെൺകുട്ടികൾക്ക് അമ്മമാരാവാനുള്ള സാധ്യത വളരെ കുറവാണ് ശരിക്കും. ഓക്കെ മാഡം, വിദ്യാഭ്യാസപരമായിട്ട് ഒരുപക്ഷെ ഒരല്പം പിന്നോക്കം നിൽക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇവർക്ക് ഇതുപോലുള്ള ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചികിത്സ എന്താണ്, അല്ലെങ്കിൽ തെറാപ്പി എന്താണ്? ഇവരുടെ പൊതുവെ ഇവർക്ക് കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ ശരീരത്തിന് കുറച്ച് ബലക്കുറവുണ്ടാവും. അതുകൊണ്ട് ഇവർ നടക്കാൻ അങ്ങനത്തെ ചില കാര്യങ്ങൾ, ചലനശേഷി തുടക്കത്തിൽ അവർ കുറച്ച് പിറകോട്ടായിരിക്കും, പക്ഷെ പതിയെ പതിയെ അത് ശരിയായി വരാറുണ്ട്. പിന്നെ കൈകൊണ്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഇപ്പോൾ പെൻസിൽ പിടിക്കുക, എഴുതുക, അങ്ങനത്തെ ചില കാര്യങ്ങളും ചിലപ്പോൾ ഇവർക്ക് ഇത്തിരി താമസം വരാം. പിന്നെ ഉള്ളത് പ്രധാനമായും അവരുടെ ഒരു പ്രശ്നം വരുന്നത് സംസാരത്തിലാണ്. ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിലും അത്ര വാക്കുകൾ അവർ പുറപ്പെടുവിക്കില്ല. അപ്പോൾ സംസാര ഭാഷ കുറച്ച് പതുക്കെ ആയിരിക്കും അവർക്ക് പൊതുവേ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം അവരുടെ പഠനത്തെയും കുറേയേറെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം തൊട്ട് തന്നെ നമ്മൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ തൊട്ട് എല്ലാ തെറാപ്പികളും സമഗ്രമായൊരു തെറാപ്പി അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ഫിസിയോതെറാപ്പി ഉണ്ടാവും, ഒക്യുപ്പേഷണൽ തെറാപ്പി ഉണ്ടാവും, അവർക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കണം. പിന്നെ കാഴ്ച കേൾവി പ്രശ്നങ്ങളനുസരിച്ചുള്ള ബാക്കി സഹായങ്ങളും ചിലപ്പോൾ സഹായ ഉപകരണങ്ങളും വേണ്ടി വരും. അങ്ങനത്തെ കണ്ണടയാവാം, ഹിയറിംഗ് എയ്ഡ് ആവാം, അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം. കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഈ കുട്ടിയുടെ എല്ലാ മേഖലകളിലുമുള്ള വികാസം ഒരുപോലെ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്പീച്ച് തെറാപ്പി ചെയ്തു പക്ഷേ കേൾവി നോക്കിയില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചില്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി ഒരിക്കലും ഇഫക്റ്റീവ് ആവില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് എന്തെല്ലാം പ്രശ്നം ഓരോ കുട്ടിക്കുണ്ടെന്ന് ഒറ്റയ്ക്ക് നമ്മൾ നോക്കി കണ്ടുപിടിച്ച് അതെല്ലാം കൂടി ചികിത്സിച്ചാൽ മാത്രമാണ് ഈ കുട്ടിയുടെ ഒരു ഉത്തമമായ വളർച്ച നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഇങ്ങനെയുള്ള എല്ലാം ചേർന്ന ഒരു ചികിത്സാ സമ്പ്രദായം നമ്മളുടെ, എനിക്ക് തോന്നുന്നു, മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ജില്ലാ ജനറൽ ആശുപത്രികളിലെല്ലാം DEIC അഥവാ REIC എന്ന പേരിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ മാഡം? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതെ, ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലാണ് ജില്ലാ ആശുപത്രികളിൽ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ തുടങ്ങിയിരിക്കുന്നത്. അവിടെ അതേ ഒരു മാതൃക പിന്തുടർന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കേരളത്തിൽ 5 മെഡിക്കൽ കോളേജുകളിൽ റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ ആൻഡ് ഓട്ടിസം സെൻറ്റർ എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെയുള്ള വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്, ഡൗൺ സിൻഡ്രോം മാത്രമല്ല മറ്റു വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും ഒരു സമഗ്ര ചികിത്സ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഈ പറഞ്ഞ എല്ലാ തെറാപ്പിസ്റ്റുകളുടെ സേവനവും മെഡിക്കൽ ഓഫീസറിൻ്റെ സേവനവും എല്ലാം ലഭ്യവുമാണ്. അതായത് ഇങ്ങനെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും DEIC-ലോ അല്ലെങ്കിൽ REIC-ലോ കാണിക്കണം, അല്ലേ? അതെ, അവരെ രജിസ്റ്റർ ചെയ്യണം, കൃത്യമായ ഫോളോ അപ്പും അവിടെ തന്നെ ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇന്നൊരു ദിവസം തെറാപ്പി കൊടുത്തോ മാറണ അവസ്ഥയല്ല. ഇത് നമുക്ക് തുടർച്ചയായി തെറാപ്പിയും അതിൻ്റെ ഉപരി വീട്ടിൽ ഇതേ പരിശീലനം വീട്ടിലും സ്കൂളുകളിലുമായി കൊടുത്തും വേണം ഇവരെ ശരിയാക്കി കൊണ്ടുവരാൻ. ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ഏതെങ്കിലും മരുന്നുകളോ ഗുളികളോ അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ മാഡം? ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയ്ക്ക് ഒരു മരുന്ന് കൊടുക്കാനില്ല. പക്ഷേ അത് സംബന്ധിച്ച് വേറെ അസുഖങ്ങളുണ്ടെങ്കിൽ, അതായത് തൈറോയിഡിന് പ്രവർത്തനക്കുറവുണ്ടെങ്കിൽ തൈറോക്സിൻ മരുന്ന്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചിലപ്പോൾ അതിന് പറ്റിയ മരുന്നുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അതിനുവേണ്ടി മരുന്നുകൾ, അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ മരുന്നുകൾക്ക് വലിയ പ്രസക്തിയുള്ളൂ. മാഡം, ഇങ്ങനെയുള്ള കുട്ടികൾ സാധാരണ മനുഷ്യരുമായിട്ട് താരതമ്യം ചെയ്താൽ എത്ര കാലം ജീവിച്ചിരിക്കും? അവർക്ക് ഒരു പക്ഷേ ജീവഹാനി നേരത്തെ ഉണ്ടാകാനുള്ള സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മറ്റു ആൾക്കാരെ നോക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഇവരുടെ ലോഞ്ചിവിറ്റി കുറച്ച് കുറവായിരിക്കാം.
പക്ഷേ ഇവർക്ക് കുറച്ച് സാധ്യത കൂടുതൽ പറയണത് അൽഷീമർ ഡിസീസ് നേരത്തെ വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഒട്ടുമുക്കാൽ ഇങ്ങനത്തെ അസുഖങ്ങൾക്കും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഹൃദയം സ്കീം വഴി വളരെ നേരത്തെ തന്നെ ഓപ്പറേഷനുകളും എല്ലാ കറക്ഷൻസും ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വഴി മാരകമായ പ്രശ്നങ്ങളൊന്നും അധികം കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. ഒരു അപൂർവമായി ഓപ്പറബിൾ അല്ലാത്ത ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരുന്നവർക്ക് മാത്രമാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾ. അതല്ലാതെ പൊതുവെ ഇവർക്ക് വേറെ ജീവിതത്തിന് ഒരു ഹാനി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലോഞ്ചിവിറ്റി കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അസുഖങ്ങളൊന്നും പൊതുവെ വരാറില്ല. എന്തൊക്കെ കോംപ്ലിക്കേഷനാണ് നമ്മൾ പേടിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ? ചെറുപ്പത്തിൽ ഇവർക്ക് പലപ്പോഴും കഫക്കെട്ടുകൾ എപ്പോഴും വരും. അതായത് ഇവരുടെ ഒന്ന് മുഖത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കേൾവിക്കുറവ്, എപ്പോഴും ചെവി പഴുപ്പ്, പിന്നെ അടിക്കടി വരുന്ന ന്യൂമോണിയ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ട് അസുഖമുള്ളവർക്ക് അതൊക്കെ ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് ചെറുപ്പകാലത്ത് വരാൻ സാധ്യത. പിന്നെ ജനിച്ചുള്ള സമയത്ത് ഇവർക്ക് പാല് കുടിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകും. അത് പൊതുവായി അവരുടെ ശരീരത്തിനുള്ള ബലക്കുറവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ കാണാറ്. പിന്നെ ഉള്ളത് തുടക്കത്തിൽ അവർക്ക് ചിലപ്പോൾ ചില സർജിക്കൽ പ്രശ്നങ്ങൾ വരാം. അതായത് കുടലിൻ്റെ ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മലദ്വാരം ഇല്ലായ്ക, അങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങൾ ഓപ്പറേഷൻ കൊണ്ട് മാറ്റാവുന്ന ചില അസുഖങ്ങളും അവർക്ക് തുടക്കത്തിൽ വരാം. ഇതൊക്കെയാണ് അവരുടെ ഒരു ബാല്യകാലത്ത് ഉണ്ടാകുന്ന അധികം അസുഖങ്ങൾ. പിൽക്കാലത്തേക്ക് പിന്നെ പോകുമ്പോൾ ചെറിയ ഫിറ്റ്സ് വരാനുള്ള സാധ്യത മറ്റു കുട്ടികളിൽ നിന്ന് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടുള്ള പിൽക്കാലത്തെ പ്രശ്നങ്ങൾ, അത് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് പിന്നീട് ഇവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇവരുടെ നട്ടെല്ലിൻ്റെ കുറച്ചൊരു ബലക്കുറവ് കൊണ്ട് ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് അവരെ സാധാരണ ഒരു ചെറുപ്പകാലത്തും പിൽക്കാലത്തും ഇവരെ ആശുപത്രികളിൽ കൊണ്ടെത്തിക്കാവുന്ന അസുഖങ്ങൾ ഇതൊക്കെയാണ്. മാഡം, തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ചു വീണ് ഡൗൺ സിൻഡ്രോം എന്ന ഒരു രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ ആധികളും വ്യാധികളും എല്ലാം അകറ്റാൻ ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ടും വിശദമായിട്ടും എല്ലാം പറഞ്ഞു തന്ന മാഡത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. മാഡം ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ആദ്യ ഐസിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇതും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കണ്ടുമുട്ടാനുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ശക്തി ആരോഗ്യവും ഈശ്വരൻ മാഡത്തിന് തരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാനം പകർന്നു തരുന്ന വീഡിയോകളുമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. വളരെയേറെ നന്ദി. ഈ ഒരു ലോക ഡൗൺ സിൻഡ്രോം ദിനത്തോടനുബന്ധിച്ച് എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ നന്ദി പറയുന്നു. താങ്ക് യു മാഡം. താങ്ക് യു.